പെട്ടെന്നുള്ളൊരു ഒരു വിട പറച്ചിലെന്ന് കേട്ടപ്പോൾ ഞാനങ്ങ് വല്ലാതായി. കാരണം അതിന് മുമ്പ് മറ്റേ നവാസ് പോയി, ഇപ്പം റാണി പോയി. എനിക്ക് തോന്നുന്നു സിനിമാക്കാരെ ഇപ്പം മൊത്തത്തിൽ മേളിൽ ഇരിക്കുന്നവർ നോക്കി വെച്ചിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഒരു ഷോക്കാണ് ശരിക്കും. ഞാൻ രോഗമുണ്ട് എന്നറിയാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്ന് മരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമം നമുക്ക് അനുഭവിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല അടുപ്പമുള്ള ഏത് കാര്യത്തിനും അത്രമേൽ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തുന്ന ഒരു വലിയ മനുഷ്യൻ്റെ വിഭവമാണ് ഞാൻ ഈ കാലാവസ്ഥക്കാരുടെ ഇവിടെ നിൽക്കുമ്പോഴേക്ക് തോന്നുന്നത്. കാലാവസ്ഥയുടെ കുടുംബത്തിനും ഇതെല്ലാം തരണം ചെയ്യാനൊരു മനസ്സുണ്ടാവത്തേക്കുള്ള പ്രാർത്ഥനയുണ്ട്. പാതിരാജിപോലെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കൃഷ്ണനായർ സാറിൻ്റെ ഒരു പടത്തിൽ മണിയറ എന്ന് പറയുന്ന പടത്തിൽ അദ്ദേഹത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്ന് തൊട്ടേ വളരെ അടുത്ത ബന്ധമാണ്. ഒരു കാലത്തും നസീർ സാറിൻ്റെ മകൻ എന്നുള്ള അഹങ്കാരവും അഹന്തയോ ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് സിനിമയിൽ ഒരുപാട് മുമ്പോട്ട് പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. എന്തോ സിനിമയിൽ എന്താ പറയുക, ഭാഗ്യം കൂടെ വേണമല്ലോ. അച്ഛന് കിട്ടിയ അത്രയും ഭാഗ്യം പുള്ളി കിട്ടിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഈ സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുക എന്ന് പറയുന്നത് നസീർ സാറിലൂടെ എനിക്ക് ഓർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഓർക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിശ്ചയാനിക്ക് പ്രാർത്ഥിക്കുന്നു. ഷാനവാസായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഷാനവാസ് എൻ്റെ 2-3 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലെൻ്റെ കടമറ്റത്ത് കത്തനാർ സീരിയലിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഷാനവാസിൻ്റെ മകൻ അദ്ദേഹവും എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നസീർ സാറിനെ വെച്ചും ഷാനവാസിനെ വെച്ചും ഷാനവാസിൻ്റെ മകനെ പറ്റി വെച്ചും എനിക്കൊരു പടം ചെയ്യാനുള്ള ഭാഗ്യമുള്ള ആളാണ്. ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുമായിരുന്നു. നല്ല സുഹൃത്തായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. വളരെ വളരെ നോർമലായിട്ടുള്ള മീൻസ് വളരെ സാധുവായിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. വളരെ ദുഃഖമുണ്ട്, വളരെ സങ്കടമുണ്ട്.